ഹലോ. അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമുക്കൊരു പഴയ കാല ഓർമ്മകൾ തരുന്നൊരു സ്ഥലത്താണ്. അതായത് എൻ്റെ കുഞ്ഞാൻ്റെ മോളെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ എപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. കാരണം പഴയ തറവാട് പറഞ്ഞാൽ കുറേ കാലം പഴക്കമുള്ളൊരു തറവാട്. ഇത് ഒരു കുഞ്ഞു വീടാണ്. അപ്പോൾ ഇവിടെ എൻ്റെ കുഞ്ഞാൻ്റെ മോളെ ഹസ്ബൻഡിൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെ താമസം. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ തറവാടൊക്കെ ഒന്ന് കാണിക്കാം. ഫുള്ളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇച്ചിരി മാത്രമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ തറവാടിൻ്റെ ഉമ്മറാണ്. അപ്പോൾ ഉമ്മറാണോ എന്ന് നമുക്കറിയില്ല, എന്താണ് പറയലെന്നൊന്നും നമുക്കറിയില്ല. ഞങ്ങളെ ഭാഷയിൽ കൊട്ടുപ്പുറത്തേന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊട്ടുപ്പുറം കാണിച്ച് നമ്മളെ കിച്ചനാണ്. അപ്പോൾ ഞങ്ങൾ കുച്ചിലെന്ന് പറയും. അപ്പോൾ ഈ കുച്ചിൽ നല്ല അടുപ്പ്, നമ്മളെ പുകയ്ക്കുന്ന അടുപ്പ്, നമ്മളെ വിറകിട്ട് കത്തിക്കുന്ന അടുപ്പൊക്കെയുള്ള പഴയ കാല തറവാടാണിത്. ഓക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണിത്. നമ്മളെ പണ്ടൊക്കെ ഇങ്ങനത്തെ ചട്ടിയിലായിരിക്കുമല്ലോ നമ്മൾ ഉണക്ക മീനൊക്കെ കാച്ചുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉണക്കമീൻ ഫ്രൈ ചെയ്യുന്ന നെത്തൽ. അപ്പം അതിനോടൊപ്പം നമ്മളെ കോഴിച്ചീലിൻ്റെ വറവുണ്ട്, പിന്നെ പയറിൻ്റെ ഉപ്പും തണ്ണിയുണ്ട്. ഇത് ഉപ്പും തണ്ണി എന്ന് പറയുന്നത്, പയറിൻ്റെ ഉപ്പും തണ്ണി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഉച്ചക്കത്തുള്ള ഫുഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് രാത്രി നമുക്കൊരു മൊയ്രൂതുണ്ടായി. അപ്പോൾ അവിടെ പോയിട്ട് എന്തായാലും കഴിക്കേണ്ടതാണ്. അപ്പോൾ വിചാരിച്ചിരുന്നു ഉച്ചക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട്. അത് അടിപൊളിയല്ലേ, നമുക്ക് അങ്ങനെ തോന്നുമ്പോൾ ഉള്ള ഓരോരാൾ ഇഷ്ടമാണത്. നമുക്ക് അതിനോടുള്ള വേറെ എന്താ താല്പര്യം, അങ്ങനത്തെ ചോറ്, അങ്ങനത്തെ കറിയോ ഒക്കെ. അപ്പം ഞങ്ങളിങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പിള്ളേർ ഇതൊക്കെ കഴുകി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത് കാണുന്നതാണ് പുഴയെന്ന് പറയും. ഇപ്പം നമ്മളെ കാസർഗോഡ് തെക്കിൽ പാലത്തിൻ്റെ അടിയിലായിട്ടാണ് ഈ വീട് വരുന്നത്. അപ്പോൾ തെക്കിൽ അതാ കാണുന്നതാണ് പുതിയതായി കിട്ടുന്ന തെക്കിൽ പാലാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് നമ്മുടെ എൻ്റെ ഈ ചാനലിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.